ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ നാടിനെ പുകയിൽ മുക്കിയ തീപിടുത്തമുണ്ടായിട്ട് വർഷം 2 കഴിഞ്ഞു. തീപിടുത്തം സംഭവിച്ച 13 ദിവസം കഴിഞ്ഞാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. പ്രകൃതിക്കും മനുഷ്യനും ഒരുപോലെ ദുരന്തം വിതച്ച സംഭവം. എന്നാൽ ഇന്നിവിടം പഴയ ബ്രഹ്മപുരമല്ല. ചെളിക്കളം കളിക്കളമായും ദുരന്തഭൂമി ഹരിതഭൂമിയായും മാറിയ കാഴ്ചയിലേക്ക്. മാർച്ച് 2 സമയം വൈകുന്നേരം 4 മണി. കൊച്ചിയുടെ ചരിത്രത്തിലെ തന്നെ ഒരു ഇരുണ്ട അധ്യായം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിനശിച്ച ബ്രഹ്മപുരം ഒരു വിഷബോംബായി മാറിയ ദിനം. കൊച്ചി കോർപ്പറേഷന്റെ 110 ഏക്കർ സ്ഥലത്താണ് മാലിന്യ സംസ്കരണ കേന്ദ്രം. തൊട്ടടുത്ത ജില്ലകളിൽ നിന്ന് പോലും എത്തുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂട്ടിയിട്ടിരുന്നു. ഇതാണ് അനിയന്ത്രിതമായ തീപിടുത്തത്തിന് കാരണമായത്. സ്ഥിരമായി സംഭവിക്കുന്നത് പോലെ ചെറിയ തോതിലുള്ള തീപിടുത്തമാണെന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ സ്ഥിതി അതായിരുന്നില്ല. കനത്ത പുക മൂലം പലർക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. 13 ദിവസമാണ് തീയണയ്ക്കാനെടുത്ത സമയം. തീപിടുത്തമുണ്ടായി 2 വർഷം പിന്നിട്ടു. ഞാനിപ്പോൾ നിൽക്കുന്നത് അതേ ബ്രഹ്മപുരത്ത് തന്നെയാണ്. ഈ 2 വർഷത്തിനുള്ളിൽ ഇവിടെ സംഭവിച്ച മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് കണ്ടാലോ? ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് പറഞ്ഞാൽ ഒരു കിടിലൻ ട്രാൻസ്ഫോർമേഷൻ. ഇന്നിവിടെ മാലിന്യമലകളില്ല. പ്ലാസ്റ്റിക് മാലിന്യം ഇവിടെ അടുപ്പിക്കുന്ന പോലുമില്ല. ജൈവ മാലിന്യം മാത്രം. പുകപടലമായ 110 ഏക്കർ ഭൂമി ഇപ്പോൾ ഹരിതാഭമായിരിക്കുകയാണ്. ബയോമൈനിങ്, 10 ദിവസം കൊണ്ട് ജൈവമാലിന്യങ്ങൾ ഭക്ഷിച്ച് വളമാക്കുന്ന പട്ടാളപ്പുഴുക്കൽ, CPG, BSF, RRF പ്ലാന്റുകളും അങ്ങനെ ബ്രഹ്മപുരത്തിന്റെ മുഖം മാറ്റിയത് നിരവധി പദ്ധതികൾ. നവംബർ മാസം തീരുന്നതോടെ പരിപൂർണമായി ബ്രഹ്മപുരത്തുള്ള എല്ലാ നമ്മുടെ പൈതൃക മാലിന്യവും മാറുകയാണ്. അപ്പോൾ തന്നെ ബ്രഹ്മപുരത്തിന്റെ മാറ്റം സങ്കല്പിക്കാവുന്നതിനപ്പുറമാണ്. അവിടെയുള്ള മണ്ണിന്റെ പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് അത് ശുദ്ധീകരിക്കുന്നതിനാണ് നമ്മൾ അവിടെ മുഴുവൻ രാമച്ചം നട്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും അവിടെ ഉയർന്നിട്ടുള്ള പച്ചപ്പും അതുപോലെ തന്നെ തുമ്പികളുമൊക്കെ പുതിയ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ പ്ലാന്റുകൾ ജൈവികമായി തന്നെ മാലിന്യത്തെ വളമാക്കി മാറ്റുകയാണ്. അവിടെ നിന്നുള്ള വളം ദുബായിലേക്ക് പോലും കയറ്റി അയച്ചത് ഉദാഹരണമായി നമ്മുടെ മുമ്പിലുണ്ട്. വളരെ നീറ്റായി ആ പ്ലാന്റുകൾ നടക്കുകയാണ്. ബ്രഹ്മപുരത്തെ കൂടുതൽ മനോഹരമാക്കുന്നതിനും പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതിനും വേണ്ടി പാർക്കും വിജ്ഞാന കേന്ദ്രങ്ങളും അടക്കം നിരവധി പദ്ധതികളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ദുരിതഭൂമി ഹരിതഭൂമിയായി മാറിയത് കൊച്ചി കോർപ്പറേഷന്റെയും സർക്കാരിന്റെയും അഭിമാന നേട്ടമാണ്. ഇനി ഈ പരിസരത്തുകൂടി കടന്നു പോകുമ്പോൾ മൂക്കുപൊത്തേണ്ട, മാസ്ക് ധരിക്കേണ്ട. ബ്രഹ്മപുരം നമ്മുടെ സംസ്ഥാനത്തിന് അല്ല, ലോകമെമ്പാടും മാതൃകയായിരിക്കുകയാണ്. ക്യാമറമാൻ ജോയ്സിയാറിനൊപ്പം സ്നേഹാമോൾ ലൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.